വർഷങ്ങൾക്ക് മുമ്പ് നിസാൻ്റെ CEO ആയിരുന്ന കത്സുജി കവമാക്ക ഒരു വലിയ പുസ്തകപ്രേമിയായിരുന്നു എന്ന് പറയാം. അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് ഹഡ്സൺ ബർണറ്റിൻ്റെ ലിറ്റിൽ ഫോർഡ് എന്ന് പറയുന്ന നോവലിലെ വളരെ ശ്രദ്ധേയമായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു സെഡ്രിക് എന്ന് പറയുന്നത്. ആ സെഡ്രിക് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പേരിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് 1960 നിസാൻ ഒരു വാഹനത്തെ പുറത്തിറക്കി. ആ വാഹനമാണ് നിസാൻ സെഡ്രിക് എന്ന് പറയുന്ന ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ. ശരിക്കും 1960 കാലഘട്ടങ്ങളിൽ വലിയ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു സെഡ്രിക് എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ 1995 മോഡൽ Y31 എന്ന് പറയുന്ന ജനറേഷനെയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് Y31 നിസാൻ സെഡ്രിക്കിനെ കുറിച്ചാണ്, അതിൻ്റെ വിശേഷങ്ങളെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിസാൻ സെഡ്രിക്കിൻ്റെ 7th ജനറേഷനാണ് എന്ന് പറയാം. അതാണ് Y31. 7th ജനറേഷനിലേക്ക് വന്ന സമയത്ത് പ്രധാനമായിട്ടും ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷറിയുടെ കാര്യത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി റൗണ്ടഡ് ബോഡി ഷേപ്പായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമുക്ക് നിസാൻ സെഡ്രിക്കിനെ കുറിച്ച് പറയാം. നിസാൻ സെഡ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത്, അതായത് 1960കളിൽ ഇവരുടെ മെയിൻ കോമ്പറ്റീഷൻ ആയിരുന്നിരുന്ന സ്കൈലൈൻ, അതുപോലെ തന്നെ ഗ്ലോറിയ തുടങ്ങിയിട്ടുള്ള മോഡലുകൾക്ക് ഒരു വലിയ കോമ്പറ്റേറ്റർ ആയിരുന്നു എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ടൊയോട്ടയുടെ ക്രൗൺ, നമുക്കൊക്കെ അറിയാം, വളരെ വിഖ്യാതമായിട്ടുള്ള ക്രൗൺ എന്ന് പറയുന്ന മോഡലിൻ്റെ ഏറ്റവും പ്രധാന കോമ്പറ്റേറ്ററും നിസാൻ സെഡ്രിക് ആയിരുന്നു എന്ന് പറയാം. ആ തരത്തിലുള്ള ഏറെക്കുറെ സെയിം ഡിസൈനും സെയിം ഫംഗ്ഷൻസും ഒക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നതെന്ന് പറയാം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നേരത്തെ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്ന ഗ്ലോറിയ, അതുപോലെ തന്നെ സ്കൈലൈൻ തുടങ്ങിയിട്ടുള്ള മോഡലുകളൊക്കെ പിന്നീട് നിസാൻ്റെ സബ് ബ്രാൻഡ് ആവുകയുണ്ടായി എന്നുള്ളത് വലിയൊരു ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങളിൽ സെഡ് ഗ്ലോ എന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് ചില മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നും ഞാൻ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനം കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു പോണി കാറിൻ്റെ ഒരു വിൻറ്റേജ് ടച്ചാണ് ഈ വാഹനത്തിൽ നമുക്ക് കാണുന്നത്. നീണ്ട ഹുഡ്, അതുപോലെ തന്നെ നീണ്ട ടെയിൽ ഭാഗം, അങ്ങനെയൊക്കെ ചേർന്നിട്ട് ശരിക്കും പഴയകാല വാഹനങ്ങളൊക്കെ ഏറെക്കുറെ ഇതേ ലുക്കിലായിരുന്നു ഒരു കാലം കഴിഞ്ഞപ്പോൾ, 1960 കാലങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമേജ് അതുപോലെ തന്നെയുണ്ട്. ശരി, ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം സ്ലാട്ടുകളായിട്ടുള്ളൊരു ഗ്രില്ല് യൂണിറ്റ് കാണാം. അതിനകത്ത് നമുക്ക് നിസാൻ സെഡ്രിക്കിൻ്റെ ലോഗോ കാണാം. ഈ ലോഗോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കൺ നാവിഗേറ്ററിൻ്റെ ഡയമണ്ട് സ്റ്റൈലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു എൽ ഷേപ്പ് കട്ടിംഗ് ഒക്കെ റൈറ്റ് സൈഡിലും കോർണറിലൊക്കെ കൊടുത്ത് ശരിക്കും ഇതിനകത്തൊരു ലിങ്കൺ നാവിഗേറ്ററിൻ്റെ ലോഗോ നമുക്ക് വളരെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കാണാം, ഹാലജൻ ബോക്സി ഹെഡ്ലാമ്പ് യൂണിറ്റ്, അത് നമ്മൾ പല വാഹനങ്ങളിലും കണ്ടിട്ടുള്ള ആ തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബമ്പർ യൂണിറ്റ് കാണാം, അതിനകത്ത് നമ്മുടെ റിഫ്ലക്ഷൻ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. കേരള രജിസ്ട്രേഷനാണ്, ഫാൻസി നമ്പറാണ് 4748. അതുപോലെ ഹുഡ് കണ്ടോ, നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു വലിയ നീളം കൂടിയ ഹുഡ് പാറ്റേണും നമുക്കിവിടെ കാണാൻ കഴിയും എന്നതാണ്. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 14 ഇഞ്ച് വീല് കാണാം. അത് ശരിക്കും അലോയ് അല്ല, എന്നാൽ കവറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ പാറ്റേണും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ആർക്ക് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ആ ശരിക്കും പറഞ്ഞാൽ ഒരു വീൽ കപ്പ് പോലെ. അതുപോലെ സൈഡ് വ്യൂ മിറർ ബോഡി കളറായിട്ടാണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ഈ ഒരു ചെറിയ ഒരു ആക്ഷനോട് കൂടിയിട്ടാണ് കൊടുത്തുള്ളത് എന്ന് പറയാം. ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു നമ്മളിപ്പോൾ ഒരു ക്രോമിയം ബാഡ്ജിങ് ഒക്കെ കാണുന്നതിൻ്റെ ഒരു പഴയ വേർഷൻ എന്ന് പറയാം അല്ലേ, അതുപോലെ ഒരു ആൻറ്റിനെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ വാഹനത്തിന് മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% ഇത് സ്റ്റോക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് നിലനിർത്തുന്നത്. ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നീളമുള്ള ആ ഒരു ബൂട്ട് ഏരിയ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ സ്റ്റോപ്പ് ലാമ്പ് ഇത് ശരിക്കും ഇവർ മാറ്റിയിട്ടുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിൻറ്റേജ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം അതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാർ അതിനെ സ്റ്റോക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോഴും അതിൻ്റെ അവൈലബിലിറ്റി പലപ്പോഴും വലിയ പ്രശ്നമാവാറുണ്ട് എന്നുള്ളത് മറ്റൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലാമ്പുകളൊക്കെ കിട്ടില്ല, കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഇവരത് പുതിയ ലാമ്പാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ബൂട്ട് ഓപ്പൺ ആക്കി നോക്കിയാൽ ഈ ലോഗോ അല്ലേ, നിസാൻ്റെ ലോഗോ ആണിത്, ശരിക്കും ഇത് മാഞ്ഞു പോയതാണ്. ഇത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കീറ്റിട്ട് ബൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കീറ്റിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഇപ്പം ടയറാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. അന്നത്തെ കാലത്ത് ബൂട്ട് സ്പേസിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതലും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാറുകളൊക്കെ എടുത്തിരുന്ന ആളുകൾ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിരുന്നതുകൊണ്ടായിരിക്കാം ഒരുവിധം എല്ലാ വാഹനങ്ങൾക്കും വന്ന് വലിയ ബൂട്ട് കപ്പാസിറ്റി പ്രാധാന്യം ഉണ്ടായിരുന്നു. ചെറിയ ബൂട്ടല്ല, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടുകൾ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒരു ബോക്സി ടയറാണല്ലേ കറക്റ്റ്. ശരിക്കും ബമ്പർ ഇങ്ങോട്ട് തന്നെ കയറി നിൽക്കുന്നത്, അതായത് സൈഡിലേക്കും കൂടി കയറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബമ്പർ യൂണിറ്റ് കൂടിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് പോകണം. ഈ വാഹനം ഇപ്പോഴും അത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വിജയേട്ടൻ്റെയാണ്. വിജയേട്ടൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഈ വാഹനമാണ് നമ്മൾ തടഞ്ഞു നിർത്തി നമ്പർ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സ്റ്റിൽ റണ്ണിങ് കണ്ടീഷനുള്ള വാഹനമാണ്. ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലൂ എലമെൻ്റ് ആണ് അല്ലേ. ഓ നൈസ്, ഒരു ബ്ലൂ മെറ്റീരിയൽസ് ആണ് കൊടുത്തുള്ളത്. ശരിക്കും ഇതൊരു ലെതർ മെറ്റീരിയൽ തന്നെയാണ്, ലെതർ പോലെയാണ്. ഇതൊരു ലെതർ, ഇതൊക്കെ ഒരു ലെതർ കോട്ടിങ്ങോട് കൂടി വന്നിട്ടുള്ളതാണ്. ഈ ബ്ലൂ കളർ നല്ല രസമുണ്ടല്ലോ. അത് ശരിക്കും വാഹനത്തിൻ്റെ താഴെ ഇവിടെ ഒക്കെ ഉണ്ടോ, ഇതൊക്കെ ബ്ലൂ ആണ്, ബ്ലാക്ക് അല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബ്ലൂ കണ്ട ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തോന്നുന്നത്. ഈ സ്റ്റിയറിംഗ് വീൽ സ്റ്റോക്ക് അല്ല കേട്ടോ, ഇത്
പുതിയ വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് വീൽ, അതായത് അന്നത്തെ കാലത്ത് സ്റ്റിയറിംഗ് വീലല്ല, ഇതുവരെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ലെതർ സീറ്റുകളാണ് വരുന്നത്. ശരിക്കും ഇലക്ട്രിക് കൺട്രോൾ പോലെ തന്നെ കൺട്രോൾ ചെയ്യാവുന്ന മാനുവൽ കൺട്രോളുകളാണ്, തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. സീറ്റ് ആസ് യൂഷ്വൽ ഭയങ്കര കംഫർട്ടോട് കൂടി വരുന്നത് തന്നെയാണ്. അത് നമുക്കറിയാം, പഴയകാല വാഹനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അത് ബാക്കിലേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ കംഫർട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഡ്രൈവിംഗ് സൈഡിലും മോശമൊന്നുമല്ല, സീറ്റൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ്. ഇവിടെയൊക്കെ കുറേ കൺട്രോളുകൾ, ലാമ്പിൻ്റെ കൺട്രോൾ, ബട്ടണുകൾ, പവർ വിൻഡോ കൺട്രോളുകൾ ഇവിടെ കാണാം. ചെറിയ എ സി വെൻറ്റുകളാണ്, കുഞ്ഞ് എ സി വെൻസിനെ നമുക്കിവിടെ കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അനലോഗാണ് കൊടുത്തുള്ളത്. അതിനകത്ത് ഫ്യൂൽ ഗേജും ഒക്കെ അനലോഗ് തന്നെയാണ്. നല്ല രസമുണ്ടല്ലോ, ഫ്യൂൽ ഗേജും ടെമ്പറേച്ചർ ഗേജൊക്കെ കുറച്ച് ഉള്ളിലേക്ക് ഇതാക്കുന്ന പോലത്തെ. അതിന് ഇവിടെ കുറേ സിഗ്നലുകൾ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമുക്ക് കത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഭാഗം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കീ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ കീ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തള്ളി വരും. ഇനി നമുക്ക് കീ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര വലിച്ചു കഴിഞ്ഞാലും ഇത് പോരില്ല. കാണിക്കാം, താഴേക്കുണ്ടാവും, പോരില്ല. ഇത് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ വളരെ ഈസി ആയിട്ട് കിട്ടും. ഒരു കീ ലോക്കിംഗ് സിസ്റ്റം കൊള്ളാം. അപ്പോൾ ഇരിഞ്ഞാതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കട്ടെ. സ്റ്റാർട്ടിങ് ഭയങ്കര രസമായിരിക്കും, കാരണം എന്ന് വെച്ചാൽ വിൻറ്റേജ് വാഹനമല്ലേ. സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഇങ്ങനെ ചാടി ഞാൻ വന്നിട്ട് അടിപൊളി. എ സിൻ്റെ കൺട്രോൾസ് നോക്കിയാൽ ഇത് എക്സ്ട്രാ വെച്ചതാണെന്നാണ് സംശയമുണ്ട്. ഇവിടെയാണ് എ സിൻ്റെ കൺട്രോള്, ഫാൻ സ്പീഡ്, യെസ്. ഓ, എ സിക്ക് ഇപ്പോൾ നല്ല വർക്കിംഗ് കേട്ടോ, ഒരു കുഴപ്പമില്ല. സൗണ്ടൊക്കെ ഓക്കെ, നല്ല സൗണ്ട് ഉണ്ടല്ലേ, അടിപൊളി. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അവിടെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് മതവും ഇതൊക്കെ ഭയങ്കര ചർച്ചയാണ്. ഒരു പ്രശ്നമില്ല, എനിക്കവിടെ ദേവിയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കണം എന്നുള്ളതാണ്. അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുന്നതാണ് മതസൗഹാർദ്ദം എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസിയാണ് എന്ന് വെച്ചിട്ട് എനിക്ക് ഒരു ഹിന്ദു സുഹൃത്തുക്കളോടും ഒരു പ്രശ്നമില്ല. എൻ്റെ ഒരുപാട് ആളുകൾ ഹിന്ദു സുഹൃത്തുക്കളാണ്. അതുപോലെ നമ്മളെ ഫോളോ ചെയ്യുന്നതിൽ ഒരുപാട് മതമുള്ള ആളുകളുണ്ടായിരിക്കും, ക്രിസ്ത്യാനികളുണ്ടായിരിക്കും, ഹിന്ദുക്കളുണ്ടായിരിക്കും, മതമില്ലാത്തവരുണ്ടായിരിക്കും. ഈ മതം എന്ന് പറയുന്നത് അവരവരുടെ എന്താ പറയുക ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ കാര്യമാണ്. അത് നമ്മൾ പോയിട്ട് നീ എൻ്റെ മതം തന്നെ വിശ്വസിക്കണമെന്നൊന്നും പറയരുത്. നമ്മളെ മതത്തിൽ നമ്മൾ വിശ്വസിക്കുക, അവരെ മതങ്ങളിൽ അവരെ വിശ്വാസങ്ങൾ നമ്മൾ ബഹുമാനിക്കുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഉത്സവത്തിൽ നമ്മൾ പോകാറുണ്ട്, അവിടെ പോയിട്ട് മിഠായി വാങ്ങാറുണ്ട്, അവിടെ പോയിട്ട് ആനനെ കാണാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പള്ളിയുടെ പരിപാടി ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ അമുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ വരാറുണ്ട്, അവരവിടുന്ന് ഭക്ഷണം വാങ്ങാറുണ്ട്. അതൊന്നും ഒരു തെറ്റുമല്ല, അതിനൊന്നും ഒരു എന്താ പറയുക തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മതം എന്താണെന്ന് ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുക, മറ്റുള്ള മതങ്ങൾ ബഹുമാനിക്കുക. ഇനി മതമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വഴി, നമ്മൾ അവരെ പോയിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ ചെയ്യൊന്നും ആവശ്യമില്ല. എല്ലാ മതസ്ഥരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. ആ ഒരു വിഷയം കൂടി ഇപ്പം ഒരു ദേവിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ചേർത്ത് പറഞ്ഞതാണ്, പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണോ എന്നൊരു സംശയമുണ്ട്, കാരണം ഐബൽ ആണ് പത്തുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് എ സിയുടെ കൺട്രോളുകൾ അത് ഞാൻ പറഞ്ഞു. ഇതാണ് ശരിക്കും പണ്ടത്തെ ഫാൻ കൺട്രോളൊക്കെ കേട്ടോ. നൈസ്. എ സിയുടെ ബട്ടൺ ഇവിടെ കാണാം. അപ്പോൾ അതിന് അകത്തുനിന്നും പുറത്തുനിന്നും ഒന്ന് വരുന്നതും എ സി കൺട്രോൾ കേട്ടോ, ഓരോന്നിനനുസരിച്ച് ഇങ്ങോട്ട് നീക്കി കൊടുക്കലാണ്. അതുകൊള്ളാം. ഇവിടെ ഒരു ആസ്ട്രയുടെ ഭാഗം കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ്. ഈ ട്രാൻസ്മിഷൻ ശരിക്കും ഇപ്പോൾ ഉള്ളത് മാനുവലാണ്. ശരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഇത് വരുന്നത് ജസ്റ്റ് ചേഞ്ച് ചെയ്താണ്. അപ്പോൾ അതിന് ഗ്ലോ ബോക്സിന് ഓപ്പണിംഗ് നോക്കിയാൽ നൈസ്. താഴെയും ഒരു ഗ്ലോ ബോക്സിന് ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡോർ പോയിട്ടുണ്ട്. ഇതാണ് ഡാഷ്ബോർഡ് വരുന്നത്. രസമുണ്ടല്ലേ, ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക കട്ടിയും കനമുള്ള ഒരു 90 ഡിഗ്രി ക്രോസ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് മാനുവലി ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മിററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പുറത്തേക്ക് വരുമ്പോഴും ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, മിററും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിനൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഇവിടെ ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഒരു ലെതർ മെറ്റീരിയലാണ്. എല്ലാം ഒരു ലെതർ ഫിനിഷിലാണ് കൊടുത്തില്ല. ഈവൻ ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്ത് പോലും നമുക്കൊരു ലെതർ മെറ്റീരിയലിനാണ് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വിൻറ്റേജ് വാഹനങ്ങളിലെ വൺ ഓഫ് ദ ഫൺ പാർട്ട് എന്ന് പറയാം സെക്കൻഡ് റോ സീറ്റിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഫ അല്ലെങ്കിൽ ഒരു കുഷ്യൻ അല്ലെങ്കിൽ ഒരു ലക്ഷറിയസ് കംഫർട്ടുള്ള ഒരു പ്രതലം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. ആ തരത്തിലാണ് ഈ സീറ്റുകൾ എപ്പോഴും ഉണ്ടായിരിക്കുക. ബെഞ്ച് ടൈപ്പ് തന്നെ ആയിരിക്കും, പക്ഷേ ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ലെതർ സീറ്റിനെ ബാക്കിൽ കൊണ്ടുവന്നിട്ടൊരു കംഫർട്ടോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം. തൈ സപ്പോർട്ട് നോക്കിയാൽ തൈ സപ്പോർട്ടുണ്ട്, കംഫർട്ടുണ്ട്, ഉണ്ടോ, ഭയങ്കര കുഷ്യനായിരിക്കും.
നല്ല അടിപൊളിയായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഇതിലുണ്ടാവുക. ലെഗ് റൂമോ ഹെഡ് റൂമോ ഒക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ആംറസ്റ്റ് അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു സോഫ സെറ്റ് അത് അതേപോലെ അതിൻ്റെ കംഫർട്ടോട് കൂടി നമുക്കിരിക്കാം. യാത്ര ചെയ്യുമ്പോഴും ഈ സീറ്റിൻ്റെ ഈ ഒരു ആക്ഷൻ ഈ ഒരു ആക്ഷനും പിന്നെ സസ്പെൻഷനും ഒക്കെ ചേരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഒരു 3 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. 185 മുതൽ 225 വരെ ഹോഴ്സ് പവർ ഇൻ ബിറ്റ്വീൻ ട്യൂണിംഗ് ആയിട്ടുണ്ടാകുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിസാൻ സെഡ്രിക്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലധികം ഇത് കണ്ട് ശീലിച്ചിട്ടില്ല. നമ്മൾ നേരത്തെയൊക്കെ ചില വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വളരെ റയറായിട്ടുള്ള ഒരു പീസാണ്. അധികം ആളുകളുടെ കയ്യിലും ഈ ഒരു വാഹനമില്ല. പിന്നെ നിസാൻ്റെ ലോഗോ ഇങ്ങനെ ഫ്രണ്ടിലൊന്നും കാണാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നിസാൻ വാഹനമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ച് പോകാവുന്ന തരത്തിലുള്ളൊരു വാഹനമാണ് നിസാൻ സെഡ്രിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൊയോട്ടയുടെ ക്രൗൺ എന്ന് പറയുന്ന മോഡലിൻ്റെ പക്ക കോമ്പറ്റേറ്റർ കട്ടക്ക് നിന്നിരുന്ന ഒരു മോഡൽ കൂടിയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉടമ നേരത്തെ നമ്മളൊരു വീഡിയോയിലൂടെ പരിചയപ്പെട്ട നമ്മളുടെ വിജയേട്ടൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വിജയേട്ടനോട് ഈ വാഹനത്തിൻ്റെ കഥ എന്താണ് എന്നുള്ളത് ചോദിക്കാം. വിജയേട്ട, ഞങ്ങളെ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ തന്നെ വിജയേട്ടൻ്റെ കൂടെ തന്നെ നമ്മളെ വിജയേട്ടൻ്റെ മകൻ നമ്മളെ വിവേക് ബ്രോ അദ്ദേഹം ഉണ്ട്. വെൽക്കം. ഓക്കെ. അപ്പോൾ വിജയേട്ടാ, സെഡ്രിക് അല്ലേ? ശരിക്ക് 1997 മോഡൽ. എങ്ങനെയാണ് വിജയേട്ടൻ്റെ കയ്യിൽ എത്തിയത്? ഇത് ഞാനൊരു ഒരാളടുത്ത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. എത്ര പൈസക്ക് നോക്കി? 10 വർഷം പോലെ. 10 വർഷം മുമ്പ് എത്ര പൈസ ഇതിന്? അന്ന് 2 ലക്ഷം റുപ്യ. 2 ലക്ഷം രൂപയ്ക്ക്. പക്ഷെ അന്ന് 8 ലക്ഷം റുപ്യ ഡ്യൂട്ടി അടിച്ച വണ്ടിയത്. 8 ലക്ഷം രൂപ ഡ്യൂട്ടി അടിച്ച് മൊത്തം 10 ലക്ഷം രൂപയായി. അതെ, വണ്ടിക്ക് അല്ല അവരടച്ചത്. അവരടച്ചതല്ലേ? അങ്ങനെ. ഇത് ഷെറാട്ടൺ ഹോട്ടലിൽ വന്നാ ബോംബെ. അത് ശരി. അവിടുന്ന് കണ്ടപ്പോൾ ജപ്പാനിൽ നിന്ന് വന്നേരുന്നു. ആ ഷെറാട്ടൺ ഹോട്ടലിന് വേണ്ടിയിട്ട് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ശരിക്കും JDM ആട്ടോ. അതായത് JDM കാർ എന്ന് പറഞ്ഞാൽ പലർക്കും വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ജാപ്പനീസ് ഡൊമസ്റ്റിക് മാർക്കറ്റ്, അവരുടെ ആ മാർക്കറ്റിൽ മാത്രം സെയിൽ ഉണ്ടായിരുന്ന വളരെ റയറായിട്ട് മാത്രം എക്സ്പോർട്ട് ചെയ്തിരുന്നൊരു മോഡൽ. എനിക്ക് തോന്നുന്നു വിവേകിക്ക് കുറച്ചുകൂടി കൂടുതൽ അറിയണ്ടാവും അല്ലേ? അങ്ങനത്തെ ഒരു മോഡലുകളാണ് JDM എന്ന് വിശേഷിപ്പിക്കുക. അത്തരത്തിലൊരു വാഹനമാണ്. വളരെ റയറായിട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം 10 വർഷമായി ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ? അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വാഹനമാണ്. ശരിക്കും വേറെ വണ്ടി ഇവിടെ ഇല്ല. വണ്ടി ഉണ്ടെങ്കിലും പോകാനില്ല. അല്ല, നിങ്ങൾ വേറെ വണ്ടിയിൽ ഉപയോഗിക്കാറില്ല. ഈ വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തടഞ്ഞു നിർത്തി നമ്പർ മേടിച്ചത്. ബാക്ക് കണ്ടപ്പോൾ നിസാൻ്റെ ഒരു വണ്ടി, ഇത് ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡ്. ഞാൻ കുറേ ദിവസം നേരം അതിൻ്റെ ആരും കാണാത്ത വാഹനമാണ് നമുക്ക് താല്പര്യം. അതെ, അപ്പോഴേ നമ്മൾ അറിയപ്പെടുള്ളൂ. അല്ല, അതൊരു പാഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പിന്നാലെ ഞാൻ കുറേ ഓടി, മീൻസ് ബൈക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്ന് ഞാൻ കുറേ ആലോചിച്ചത് ഇപ്പോൾ ഏത് വണ്ടി. അങ്ങനെ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ലോഗോയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ലിങ്കണിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോഴാണ് എനിക്ക് ശരിക്കും സെഡ്രിക്കിനെ പെട്ടെന്ന് കണക്ട് ആയത്. ഉടനെ തന്നെ നമ്മൾ നമ്പർ വാങ്ങുകയും വന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ് ഉപയോഗിക്കുമ്പോൾ? നല്ല സോഫ്റ്റ് ഡ്രൈവിംഗ് ആണ്. പിന്നെ ഒരു യാതൊരു പ്രശ്നം, ലേശൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. ഇപ്പോൾ ശരിക്കും ഇതൊരു നീളമുള്ള വാഹനമാണ്. അപ്പോൾ ശരിക്കും മറ്റുള്ള ഇപ്പോൾ ഒരു ടൈറ്റ് ഇതിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടോ? ഒരു പ്രശ്നമില്ല. കൂളാണ് ഓടിക്കുമ്പോൾ സ്മൂത്ത്. അന്ന് വന്ന പവർ സ്റ്റാറിംഗ് വണ്ടികളല്ലേ? അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നുമില്ല. ശരിയാ, സത്യം. പല വാഹനങ്ങളും ഇത്ര പ്രായമുള്ള വണ്ടികളൊന്നും ഇപ്പൊ ഓടൂല്ലോ. ഇല്ല, സത്യം. ഇത് എവിടെ വേണമെങ്കിലും പോവാം. അതെ, എവിടെ വേണമെങ്കിലും പോവാം. ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് JDM-നൊക്കെ അങ്ങനെ കുറെ ഹൈലൈറ്റ്സ് ഉണ്ട്. 27 പേപ്പർ റിന്യൂവൽ എല്ലാം ചെയ്താണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും വിവേക് ബ്രോവിനെയും അതുപോലെ തന്നെ വിജയേട്ടനെയും കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. കാരണം വെച്ചാൽ ശരിക്കും ഒരു വിൻറ്റേജ് വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനാണ് വിജയേട്ടൻ. അങ്ങനെ പറയും അല്ലേ? അതായത് വിൻറ്റേജ് വാഹനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഫങ്ഷനിങ്, അത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. നേരത്തെ നമ്മൾ മൂസോയുടെ വീഡിയോയിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയേട്ടാ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നേരെ വിവേക് ബ്രോ. താങ്ക് യു. നമ്മൾ ഇനിയും കാണും. അപ്പോൾ ഇതാണ് സെഡ്രിക്കിൻ്റെ വിശേഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോഴേ നമ്മൾ നിസാൻ സെഡ്രിക് ഒന്ന് ഡ്രൈവിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. ശരിക്കും ഡ്രൈവ് എടുത്ത് ഞാൻ ആദ്യം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഫീലിംഗ് അതിൻ്റെ സ്റ്റിയറിംഗ് കംഫർട്ടാണ്. ഒന്നും പറയാനില്ല. കാരണം ടൈറ്റ് സ്പേസിനിടയിലും വളരെ സ്മൂത്തായിട്ട് ഇത് ഇറങ്ങി വന്നു. എനിക്ക് ഇറക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത്രയും ലൈറ്റ് വെയ്റ്റഡ് സ്റ്റിയറിംഗ് വീല്. ആ കാലത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് വീല് എന്നുള്ളത് വിജയേട്ടൻ പറഞ്ഞത് കറക്റ്റാട്ടോ. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അത്രയും സൂപ്പർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിൻറ്റേജ് വാഹനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഉണ്ട്. ആ ഒരു ചെറിയ ജെർക്കിങ്, അത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. അത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗണ്ടൊക്കെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. AC ഒക്കെ കുറച്ചും കൂടി സൗണ്ട് കൂടുതലാണ്. എഞ്ചിൻ റിഫൈൻമെൻറ്റിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം പറയേണ്ട ആവശ്യമില്ല. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനുകളൊന്നുമില്ല. പല റിഫൈൻഡ് എഞ്ചിനുകളും ഇപ്പോൾ അടുത്താണ് വന്നു തുടങ്ങി. ഇത് 1995 മോഡലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി.
പിന്നെ സസ്പെൻഷനും സീറ്റും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇത് ശരിക്കും വിജയേട്ടന്റെ ഡെയിലി യൂസ് വണ്ടിയാണ് അല്ലെ വിവേക് ബ്രോ? വിവേക് ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളി സ്ഥിരം ലൈഫിൽ ഇതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മൂത്ത്നെസ്സുകളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വിന്റേജ് വാഹനം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുക, അത്രയും സ്മൂത്തായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ടേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം. കാരണം അത്രയും സിമ്പിളാണ്. ഇതിനൊരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, വിവേക് ബ്രോ ഇത് എത്ര മൈലേജ് കിട്ടുന്നുണ്ടാവും നോക്കിയിട്ടുണ്ടോ? 10 താഴേക്കാണ്. ഓഹോ, ശരിക്കും ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു വിന്റേജ് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ ചെയ്യല്? വന്നിട്ടില്ല. പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എങ്ങനെയാണ് ഈ പാർട്സ് ഒക്കെ ഒപ്പിക്കല് നിങ്ങള്? ബാംഗ്ലൂരിൽ നിന്ന് ഓർഡർ ചെയ്യില്ല പൊതുവെ. പിന്നെ നമ്മളൊരു മെക്കാനിക് ഉണ്ട് ഇവിടെ ഒരു അടുത്ത്, മാക്സിമം നമുക്ക് ചെയ്തു തരും. ഓ ശരി, അടിപൊളി. അപ്പൊ നമ്മൾ ഈ സംസാരിച്ചതിനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് കിടങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ സ്മൂത്ത് ആയിട്ടാണ്. ശരിക്കും നല്ല നീളമുള്ള വണ്ടിയാണ്, ഏകദേശം 3960 മില്ലിമീറ്റർ നീളമുള്ള ഒരു വാഹനമാണ്. അതായത് 4 മീറ്റർ സെഗ്മെന്റ് ആണ് ഈ വാഹനം ഉള്ളത്. ആ ഒരു ഇതിനകത്ത് പോലും വളരെ സ്മൂത്ത് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഈസി ടു യൂസ് ആണ്, ഡെയിലി യൂസിൽ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല, ടയേർഡ് ആവില്ല. സ്റ്റിയറിംഗ് വീലിനെ പിടിച്ചിട്ട് ശരിക്കും ഒരു വിന്റേജ് വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സ്റ്റിയറിംഗ് വീലിന്റെ ടൈറ്റ്, നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. ഇതിപ്പോൾ ഒരു പ്രശ്നമില്ല. നോക്കിയാൽ സ്റ്റിയറിംഗ് വീൽ നോക്കിയാൽ ഇതൊക്കെ വളരെ സ്മൂത്താണ് എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യം. ആർക്കും ഡെയിലി ലൈഫിൽ ആരെങ്കിലും വിന്റേജ് വാഹനമൊക്കെ ഉപയോഗിച്ച് നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇത് സജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. കാരണം ഒരു പ്രശ്നമില്ല, ഹാസിൽ ഫ്രീ ആണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അതായത് ഒരു പഴയ വാഹനം ഓടിക്കാൻ കിട്ടുക എന്നുള്ളത് പുതിയ വാഹനം ഓടിക്കാൻ കിട്ടുന്ന അത്ര ഈസി ഉള്ള കാര്യമല്ല. കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിത് ഉപയോഗിക്കാൻ തരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ അത്രയും നല്ല മനസ്സുള്ള ഒരാളായിരിക്കണം. കാരണം 100% ഞാൻ ഉറപ്പിച്ചു വരാം, ഈ വാഹനത്തെ ഒരു പൊന്നുപോലെ ആയിരിക്കും കൊണ്ടു നടക്കുക. കാരണം ഇതിൻ്റെ പാർട്സുകൾ അവൈലബിലിറ്റി പ്രശ്നമാണ്, മെയിൻ്റനൻസ് പ്രശ്നമാണ്, കേട് വന്നു കഴിഞ്ഞാൽ അത് നന്നാക്കാൻ അറിയുന്നവർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനത്തെ വിശ്വസിച്ച് നമ്മളെ കയ്യിലേക്ക് തരണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അത്രയും ഇതായിരിക്കണം. അതൊക്കെ ഞാൻ വളച്ചെടുക്കട്ടോ ഒരു ഇതിനകത്തേക്ക് ഈസി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനായിട്ട് തോന്നുന്നു. താങ്ക് യു വിജയേട്ടൻ, അതുപോലെ തന്നെ വിവേക് ബ്രോ, താങ്ക് യു സോ മച്ച്. നിങ്ങളോടും താങ്ക്സ് പറയാണ്, നമ്മുടെ ചാനലുള്ളതുകൊണ്ടാട്ടോ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ഒരു വലിയ ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ അവരിത് കൊണ്ടു നടക്കുന്ന രീതിയെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. ഡെയിലി യൂസ് ആണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് ഉപയോഗിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അത്രയും ഇഷ്ടത്തോടുകൂടി ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്കിങ്ങനെ എല്ലാവരെയും അപ്രോച്ച് ചെയ്യാനും അതുപോലെ തന്നെ അവരെയൊക്കെ ഒരു വാഹനം വാങ്ങാനും അത് റിവ്യൂ ചെയ്യാനും ഒക്കെ അവസരം കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.